നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ വിത്ത് ഓറ അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്നതിനെ പറ്റിയാണ്. മൈഗ്രെയിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത്: മൈഗ്രെയിൻ വിത്ത് ഓറ അല്ലെങ്കിൽ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. ഓറ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈഗ്രെയിൻ എന്ന തലവേദന തുടങ്ങുന്നതിന് മുന്നോടിയായി രോഗിക്ക് അനുഭവപ്പെടുന്ന ചില അസ്വസ്ഥതകളെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. ഇത് പലതരത്തിലാകാം. ഏറ്റവും സാധാരണമായി ഉണ്ടാകാറുള്ളത് വിഷ്വൽ ഓറയാണ്. വിഷ്വൽ ഓറ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ മുമ്പിൽ വരകൾ പോലെയോ കുത്തുകുത്ത് പോലെയോ, ചിലപ്പോഴൊക്കെ ഒരു ബ്ലാക്ക് സ്പോട്ട്, ചിലപ്പോഴൊക്കെ ആ ബ്ലാക്ക് സ്പോട്ടിന് ചുറ്റും ലൈറ്റ് തിളങ്ങുന്നത് പോലെ ഉണ്ടാകാം. അതിന് സ്കോട്ടോമ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള വരകൾ പോലെയുള്ള വരുന്നത് ഉണ്ടാവുകയും അത് മിക്കപ്പോഴും ഉണ്ടാവുക ഒരു വശത്തായിരിക്കും, രണ്ട് കണ്ണിൻ്റെയും മുമ്പിലല്ല. ഒരു വശത്ത് ഉണ്ടാകുന്ന ഈ വിഷ്വൽ ഓറ 5 മുതൽ 60 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. ഈ ഓറ ഉണ്ടായി അതിന് ശേഷമായിരിക്കും മൈഗ്രെയിനുള്ള ഒരു രോഗിക്ക് തലവേദന തുടങ്ങുക. മിക്കപ്പോഴും ഈ ഓറ ഉണ്ടാകുന്ന ആ വശത്ത് തന്നെയായിരിക്കും തലവേദന. ചിലപ്പോഴൊക്കെ മറുവശത്തും ഉണ്ടാകുന്നത് അപൂർവമായി കാണാറുണ്ട്. സാധാരണഗതിയിൽ തലവേദന തുടങ്ങുന്നതോടെ ഓറ മാറും, കാഴ്ച ശരിയാകും. ഈ വിഷ്വൽ ഓറ അല്ലാതെ മറ്റ് ചില രീതിയിലും ഓറ ഉണ്ടാകാം. രണ്ടാമത് ഏറ്റവും സാധാരണമായി കാണുന്നത് സെൻസറി ഓറയാണ്. സെൻസറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു മരവിപ്പ് പോലെയോ തരിതരിപ്പ് പോലെയോ പെരുപ്പ് പോലെയോ ഒരു വശത്ത് അനുഭവപ്പെടുക, അതിനുശേഷം തലവേദന തുടങ്ങുക. പിന്നെ അപൂർവമായി ഉണ്ടാകുന്ന മറ്റു ചില ഓറകളുമുണ്ട്. ചിലപ്പോഴൊക്കെ സംസാരത്തിന് കുഴച്ചിൽ പോലെ, ചിലപ്പോഴൊക്കെ ചെറിയ ഒരു ബലക്കുറവ് പോലെ ഒരു വശത്ത് അനുഭവപ്പെടുക, അത് കുറച്ച് സമയം നീണ്ടു നിന്നതിന് ശേഷം പിന്നെ തലവേദന തുടങ്ങുക. മൈഗ്രെയിൻ വിത്ത് ഓറ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഈ ഓറ ഇല്ലാതെയുള്ള സാധാരണ മൈഗ്രെയിനും ഉണ്ടാകാം. മൈഗ്രെയിൻ തലവേദന നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വശത്തുണ്ടാകുന്ന തലവേദന അത് 4 മണിക്കൂർ മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുക. തലവേദനയുടെ ഒപ്പം വെളിച്ചത്തിലേക്ക് നോക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ശബ്ദം കേട്ടാലുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ ഒപ്പം ഛർദ്ദിക്കാൻ വരിക, ഈ പറയുന്ന സിംറ്റംസിൻ്റെ കൂട്ടത്തിനെയാണ് മൈഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. അതിനോടൊപ്പം ഓറയും കൂടെ വരുമ്പോൾ ക്ലാസിക്കൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയും. ഇതിൻ്റെ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മൾ മൈഗ്രെയിൻ്റെ ചികിത്സ 2 തരത്തിലാണ്. ഒന്ന് അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്, തലവേദന വന്നാൽ അത് മാറുന്നതിന് വേണ്ടി മരുന്ന് കൊടുക്കുക. 2 തലവേദന വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ അബോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വേദന വന്നാൽ തലവേദനയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് എപ്പോൾ കൊടുക്കുക എന്നത് ഓറ ഉള്ള രോഗികളിൽ പ്രാധാന്യമർഹിക്കുന്നു. ഈ കാഴ്ചയ്ക്ക് ഉള്ള ബുദ്ധിമുട്ട് വരകൾ പോലെ കുത്തുകുത്ത് പോലെ കണ്ടാൽ ഉടനെ മരുന്ന് കൊടുത്താൽ ചിലപ്പോഴൊക്കെ തലവേദന വീണ്ടും ഉണ്ടായിപ്പോവും. അതുകൊണ്ട് തന്നെ ഓറ കുറച്ചായി തലവേദന തുടങ്ങുന്ന ആ സമയത്തോടനുബന്ധിച്ചാണ് വേദനയ്ക്ക് വേണ്ടി കൊടുക്കുന്ന നാപ്രോക്സൻ, അതല്ല എന്നുണ്ടെങ്കിൽ ട്രിപ്റ്റാൻസ് എന്നൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുക. അത് തലവേദന ഉടനെ അസ്തമിക്കുകയും പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാവുകയും ചെയ്യും. ആദ്യമായിട്ട് ഒരാൾക്ക് കണ്ണിൻ്റെ മുമ്പിൽ വരകൾ പോലെ കണ്ടു, അത് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞിരിക്കാനും പാടില്ല കേട്ടോ. മൈഗ്രെയിൻ അല്ലാതെ തലച്ചോറിലുണ്ടാകുന്ന സീഷർ അല്ലെങ്കിൽ എപ്പിലെപ്സിയുടെ ഭാഗമായിട്ടും ഇതുപോലെ കണ്ണിൻ്റെ മുമ്പിൽ കുത്തുകുത്ത് പോലെയും വരകളുമൊക്കെ ഉണ്ടാകാം. അത് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വഴിയെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മുമ്പിൽ നിറങ്ങളാണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് ഈ കണ്ണിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ വരുന്നത്, പതിയെ അല്ല എന്നുണ്ടെങ്കിൽ അത് സീഷറാവാനുള്ള റിസ്ക് കൂടുതലാണ്. മൈഗ്രെയിൻ വിത്ത് ഓറ ഉള്ള ആൾക്കാരിൽ കാലക്രമേണ ഈ ഓറ അസ്തമിക്കുകയും ഓറ ഇല്ലാത്ത സാധാരണ മൈഗ്രെയിനിലേക്ക് മാറുന്നതായും കാണാറുണ്ട്. നന്ദി.